മേടിച്ച് ജീവിക്കണം കേട്ടോ. കുറെ ആളുകളുടെ വിചാരം എന്താണ്? ഗൾഫുകാരെന്ന് പറഞ്ഞാൽ അവർ കുറെ പൈസ കാക്കുന്ന മരങ്ങളാണെന്നാണ്, പണം വാരാൻ പറ്റിയ യന്ത്രങ്ങളെന്നാണ്, പണമുണ്ടാക്കാൻ പറ്റിയ യന്ത്രങ്ങളെന്നും മെഷീനുകളുമെന്നാണ്. അല്ലേ? ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഞാനിങ്ങനെ വാപ്പായെ ഗൾഫിൽ വിളിച്ചിട്ട് പറയും, വാപ്പ എനിക്ക് മോട്ടോർ സൈക്കിൾ വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം. ഒരു സുപ്രഭാതത്തിൽ ഞാനിങ്ങ് ഗൾഫിൽ പോയി. വാപ്പ നേരത്തെ ഹോട്ടൽ പണിക്കാരനാണ്. വാപ്പാടെ മുന്നിലേക്ക് ഞാനിങ്ങനെ ചെന്നപ്പോ വലിയൊരു പാത്രത്തിനകത്ത് 10-15 കിലോ മൈദമാവിട്ടിട്ട് പെറോട്ട അടിക്കാൻ വേണ്ടി വാപ്പ ഇങ്ങനെ ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് തീ ഒരു സൈഡിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. വിയർത്ത് കുളിച്ചിട്ട് വാപ്പ ഇങ്ങനെ മാവ് കുഴയ്ക്കുകയാണ്. ഗൾഫ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അവിടെ എന്തോ മാണിക്യം വിളയുന്ന സ്ഥലമാണെന്ന്. വാപ്പ ഞങ്ങളെ ഒരിക്കൽ പോലും വിളിച്ചറിയിച്ചില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണമയക്കുന്നതെന്ന്. ഞാൻ വാപ്പായോട് മോട്ടോർ സൈക്കിൾ വാങ്ങിത്തരാൻ പറഞ്ഞപ്പോ വാപ്പ അത് വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ആവശ്യങ്ങൾ വാപ്പായോട് മാസം എനിക്ക് സ്പെഷ്യലായി 5000 അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോ വാപ്പ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അറബികളുടെ ക്യാന്റീനുകളിൽ, റെസ്റ്റോറന്റുകളുടെ അകത്തളങ്ങളിൽ ഒരു ഭാഗത്ത് തീ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ കത്തിക്കൊണ്ട് നിൽക്കുന്ന തീയുടെ ചാരത്ത് വലിയ പാത്രങ്ങളിൽ പെറോട്ട അടിക്കാൻ മാവുമായി മല്ലടിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട പിതാവിനിക്ക് പൈസ അയച്ചു തരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ വാപ്പായെ കണ്ടപ്പോ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. വിയർപ്പൊലിച്ചു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാനെ ഞാൻ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പൊരുത്തപ്പെടണേ വാപ്പാ, പൊരുത്തപ്പെടണേ വാപ്പാ. നാട്ടുകാരെ അറിയണം അറബ് നാടുകൾ സ്വർഗമല്ല. നാട്ടുകാരെ അറിയണം അറബ് നാടുകൾ സ്വർണ്ണമല്ല. പണം കായ്ക്കും മരമില്ല, അത്തറിന്റെ മണമല്ല. പണം കായ്ക്കും മരമല്ല, അത്തറിന്റെ മണമില്ല. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരന്റെ മക്കളെ, നീ അടിച്ചു പൊളിച്ച് സ്പൈക്ക് അടിച്ച മുടിയും ജീൻസിന്റെ പാന്റും ഇട്ട് നീ നല്ല വില കൂടിയ മുന്തിയ ബൈക്കിൽ ഈ തെരുവിലൂടെ ചുറ്റി കറങ്ങുമ്പോഴടാ മോനെ, നിന്റെ വാപ്പ ഗൾഫ് നാട്ടിൽ കിടന്ന് പണം വാരുന്ന, പണം കായ്ക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് ആ വീഴുന്ന പണം ഇങ്ങനെ എടുത്തിട്ട് നിനക്ക് അയച്ചു തരുന്നതല്ല. പ്രവാസിയുടെ ചോര നീരാം കഥന ഭൂമി, വേദനകൾ പേറുന്ന വ്യസന ഭൂമി. നാട്ടുകാരെ അറിയണം അറബ് നാടുകൾ സ്വർഗമല്ല, ഗൾഫ് നാടുകൾ സ്വർണ്ണമല്ല. പണം കായ്ക്കും മരമില്ല, അത്തറിന്റെ മണമില്ല. പ്രവാസിയുടെ ചോര നീരാം കഥന ഭൂമി, വേദനകൾ പേറുന്ന വ്യസന ഭൂമി. ഭാഗ്യമുള്ളവൻ ജയിക്കുന്നു, ചിലർ രക്ഷ പ്രാപിക്കുന്നു. ഭാഗ്യമുള്ളവൻ ജയിക്കുന്നു, ചിലർ രക്ഷ പ്രാപിക്കുന്നു. ചിലർ കണ്ണീർ കയങ്ങളിൽ മുങ്ങി വിങ്ങുന്നു. വ്യസനത്താൽ ജീവിതം വഴിമുട്ടി നീങ്ങുന്നു. വ്യസനത്താൽ ജീവിതം വഴിമുട്ടി നീങ്ങുന്നു. പ്രവാസികളുടെ അവസ്ഥ ഇതാണ്, പ്രവാസികളുടെ പ്രയാസം ഇതാണ്. നിങ്ങളും ഞാനും വിചാരിക്കും പോലെ സുഖിക്കാനല്ല അവർ പോയി കിടക്കുന്നത്. അധ്വാനിക്കാനും കഷ്ടപ്പെടാനും വ്യസനിക്കാനുമാണ്. പുന്നാര നബി പഠിപ്പിച്ചില്ലയോ, അഫ്ളു ദീനാറിൻ യുൻഫിഖുഹു റജുലു ദീനാറുൻ യുൻഫിഖുഹു അലാ ഇയാലിഹി. ചെലവഴിക്കുന്ന പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പണം ഏതാണെന്ന്
അറിയാവോ? നീ ചെലവഴിക്കുന്ന പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പണം നിന്റെ മക്കൾക്ക്, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ ഉമ്മാക്ക്, നിന്റെ വാപ്പാക്ക്, നിന്റെ രക്തബന്ധുക്കൾക്ക് നീ ചെലവഴിക്കുന്ന പണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് കടലിന്റെ അക്കരെ മരുഭൂവിൽ പിടയുന്നു 1000 ജീവിതങ്ങൾ, പിടയുന്നു 1000 ജീവിതങ്ങൾ. അല്ലാഹു നമുക്ക് പ്രവാസികളുടെ പ്രയാസങ്ങൾ ഉൾക്കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ ഈ മജ്‌ലിസ് കൊണ്ട് പടച്ചവൻ തൗഫീഖ്